അപ്പോൾ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മിക്ക ജോലിക്കാർ ഇന്ത്യക്കാർ പാകിസ്ഥാനികളെ പോലത്തുള്ള ജോലിക്കാരെയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയ ബോട്ട് മുതൽ വലിയ ബോട്ട് വരെയുള്ള സർവീസുകൾ കാണുന്നുണ്ട്. അതിനോട് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു ഹെറിറ്റേജ് പോലത്തെ ഒരു ബിൽഡിങ്സും കണ്ടു. നമ്മുടെ നാട്ടിൽ കാണുന്ന മദ്രസ എന്നുള്ള ബോർഡൊക്കെ കണ്ട ഇവിടെയാണ് ഞാൻ അപൂർവങ്ങളിലായിട്ടാണ് മദ്രസേൻ്റെ ബോർഡ് കണ്ടത് ഇവിടെ ഷാർജയിൽ. അപ്പോൾ അവിടുന്ന് ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഹെറിറ്റേജ് ആയിട്ടൊരു ബിൽഡിംഗ് കാണാം. അവിടെ കുറേ അറബികളെയൊക്കെ കാണുന്നത് ഞാൻ ഇങ്ങനെ കൂട്ടത്തോടെ കണ്ടത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ചായ കുടിക്കാനും ഒക്കെ വരുന്നൊരു സ്ഥലമാണ് അറബികൾ. അപ്പോൾ ഇതെനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ടൊരു ബോട്ടാണ്. ഒരു ചുവപ്പ് കളറുള്ള ഫുള്ള് മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി വന്ന ബോട്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഇതിലും കുറേ ബോട്ടുകൾ ഒരു വലിയൊരു ബോട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളൊരു രൂപമാണ്. ഇതൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു ബോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വെച്ച ടീംസ് അതും ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ അപൂർവം ഒരു കാക്കേനെയും കണ്ട്. ഇവിടെ അങ്ങനെ കാക്കകളൊന്നും നമുക്ക് നാട്ടിലെ പോലെ കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കാക്കേനെ ഞാൻ അപൂർവമായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് ഹെറിറ്റേജിൻ്റെ അകം. ഇവിടെ ഇതിൻ്റെ അകത്ത് മിക്ക ആൾക്കാരും അറബികൾ ചായ കുടിക്കാനും ഡ്രസ്സ് എടുക്കാനും വരുന്നൊരു സ്ഥലം പോലെയാണ് കണ്ടത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പോലത്തെ ഉള്ളൊരു ഏരിയയാണ് ഷാർജ റോള വന്നിട്ടുള്ളത്. അവിടെ ബോട്ട് സർവീസ് ഉണ്ട്, ഹെറിറ്റേജ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സും ഉണ്ട്.